ഹലോ നമസ്കാരം. നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ഗൈഡൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ചാംസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്, ചാം 1, ചാം 2. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് മനസ്സിൽ ചിന്തിക്കുക. എന്താണ് യൂണിവേഴ്സ് നൽകാനുള്ള യെസ് ഓർ നോ ഗൈഡൻസ് ഫോർ ഗ്രൂപ്പ് 1? ചാം 1 ചൂസ് ചെയ്തിട്ടുള്ളവർക്കുള്ള യെസ് ഓർ നോ ഗൈഡൻസ് എന്താണ്? ഇറ്റ്സ് എ യെസ്. അതായത് യെസ് ഇൻ ദ സെൻസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എന്താണോ പറയുന്നത് അതാണ് ശരി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് പറയുന്നത് അത് നടക്കും എന്നാണെങ്കിൽ അത് നടക്കും. നടക്കില്ല എന്നാണ് നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് പറയുന്നതെങ്കിൽ അത് നടക്കില്ല. അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്, ആ പറയുന്നതാണ് ശരി, അത് നിങ്ങൾ അംഗീകരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാമത്തെ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. പെട്ടെന്നായിരുന്നു. ഇറ്റ്സ് എ യെസ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ എന്താണ് മനസ്സിൽ ചോദിച്ചത് അതിനുള്ള ഉത്തരം യെസ് ആണ്. താങ്ക് യു.